എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊരു വീട് പണിയുകയാണെന്നിരിക്കട്ടെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനായിരിക്കും? അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ ബേസ്മെന്റ് അല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത് നിങ്ങളുടെ ടേം ഇൻഷുറൻസ് പ്ലാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാവുന്ന ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ടേം ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസുമാണ് ഇന്ന് കവർ ചെയ്യുന്നത്. ടേം ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ച് ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നു, നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഡെത്ത് സംഭവിച്ചാൽ ഒരു വലിയ എമൗണ്ട്, 1 കോടി 2 കോടി പോലത്തെ ഒരു വലിയൊരു എമൗണ്ട് ഫാമിലിക്ക് കൊടുക്കുന്നു. ഇത്രമാത്രം സിമ്പിൾ ആയിട്ട് ഒരു പ്ലാനിനെ ഒരുപാട് കൺഫ്യൂഷൻസ് ആക്കി. അതായത് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം റിട്ടേൺ ഓഫ് പ്രീമിയം വേണോ, ലിമിറ്റഡ് ആയിട്ട് അടയ്ക്കണോ, അല്ല ഫുൾ എമൗണ്ട് അടയ്ക്കണോ, വിഡ്രോവൽ ചെയ്യുന്നത് ഒരുമിച്ച് എമൗണ്ട് മേടിക്കണോ, അല്ല മന്ത്ലി ആയിട്ട് മേടിക്കണോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകളാക്കി, ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കി. ഇതിന്റെ ഒരു ആവശ്യമില്ല. സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ എടുത്താൽ മതി. അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് പ്ലാൻ എടുക്കുക എന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ടേം ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണേണ്ടി വരില്ല. നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റി കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതുകൊണ്ട് എന്താ ഞാൻ പറഞ്ഞു വെച്ചാൽ, കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഈ ഇൻഷുറൻസ് ഫീൽഡിൽ, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഫീൽഡിൽ നിൽക്കാൻ കാരണമുള്ള ഏറ്റവും ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ ഈ ഒരു പ്ലാനാണ്. വേറെ ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റിനും ഇങ്ങനത്തെ ഒരു ഫീച്ചർ നമ്മളില്ലെങ്കിൽ ഒരു വലിയൊരു സം കൊടുക്കാൻ പറ്റുമെന്നുള്ള ഫീച്ചർ ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റിന് കൊടുക്കില്ല. ഈ ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ നമ്മുടെ ഒരു ബ്രാൻഡ് ഐക്കൺ പ്രൊഡക്റ്റ് ആണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റും ഏറ്റവും അധികം ആൾക്കാരോട് സംസാരിക്കുന്ന പ്രൊഡക്റ്റും ഇത് തന്നെയാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക. ടേം ഇൻഷുറൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിന് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഇതൊരു സിമ്പിൾ കൺസെപ്റ്റ് ആണ് ടേം ഇൻഷുറൻസ് പ്ലാൻ എന്ന് വെച്ചാൽ. ടേം ഇൻഷുറൻസ് പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ പ്രീമിയം അടയ്ക്കുന്നു, പ്രീമിയം അടച്ച് നമ്മൾ ഇൻ ബിറ്റ്വീൻ, അതായത് നമ്മളിപ്പോ ഇവിടെ എക്സാമ്പിൾ നമ്മൾ എടുക്കാവുന്നത് രോഹിത് എന്ന് പറഞ്ഞ ഒരാളുടെ കേസാണ്. 30 വയസ്സുള്ള രോഹിത് പ്ലാൻ എടുക്കുന്നു. 65 വയസ്സ് വരെയാണ് കവറേജ് എടുക്കുന്നത്. ഇൻ ബിറ്റ്വീൻ രോഹിതിന് ഡെത്ത് സംഭവിച്ചാൽ എത്രയാണോ രോഹിത് പറഞ്ഞുള്ള സമ്മർഷോട്, 1 കോടിയാണോ 2 കോടിയാണോ എമൗണ്ട് കൊടുക്കുന്നു, പ്ലാൻ തീരുന്നു, ഒന്നും തിരിച്ചു കിട്ടുന്നില്ല. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ഇതൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷേ ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവന്ന് ഇതിനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി. ഒറ്റ കോംപ്ലിക്കേഷന്റെ ആവശ്യമില്ല. ഇതുപോലെ സിമ്പിൾ ആയിട്ട്, അതായത് ഞാൻ പ്രീമിയം അടയ്ക്കുന്നു, NRIs ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരാളാണെങ്കിൽ റെഗുലർ ആയിട്ട് പ്രീമിയം അടയ്ക്കുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഡെത്ത് സംഭവിച്ചാൽ ഫാമിലിക്ക് എമൗണ്ട് ഒരുമിച്ച് എൻ്റെ ഒരു സമ്മർഷോട് കിട്ടുന്നു, അതോടെ പ്ലാൻ കഴിയുന്നു. റിട്ടേൺ ഓഫ് പ്രീമിയം അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ എടുത്താൽ മാത്രം മതി. വേറെ എന്ത് പറഞ്ഞാലും ബാക്കിയൊക്കെ മാറ്റിവെക്കുക. ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ എടുത്താൽ മതി എന്ന് തന്നെയാണ് എൻ്റെ ആദ്യത്തെ നിങ്ങളോടുള്ള ഒരു നിർദ്ദേശം. ഇനി നമ്മൾ ടേം ഇൻഷുറൻസ് പ്ലാനിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 6ഓ 7ഓ കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ ജസ്റ്റ് പറയാം. ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഒരു പ്ലാൻ എടുക്കുമ്പോൾ. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏത് കമ്പനിയിൽ നിന്ന് എടുക്കുന്നു എന്നുള്ളത്. അത് ബ്രാൻഡ്, അതിൽ മാത്രം നോക്കിയാൽ മതി. അതായത് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ, ഇൻകേർഡ് ക്ലെയിം റേഷ്യോ, അങ്ങനത്തെ ഒക്കെ വിടൂ. നിങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലുള്ള ഒരു ടോപ്പ് 5 കമ്പനീസ്, ഇപ്പം ICICI ഉണ്ട്, HDFC ഉണ്ട്, ടാറ്റ ഉണ്ട്, മാക്സ് ബൂപ്പ ഉണ്ട്, അതുപോലത്തെ ഒരു 3ഓ 4ഓ ബ്രാൻഡ് കമ്പനി, അതായത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇന്ത്യൻ മാർക്കറ്റിലുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ട് ടേം ഇൻഷുറൻസ് വിൽക്കുന്ന നല്ല ബ്രാൻഡുകളിൽ നിന്ന് എടുക്കുക എന്ന് മാത്രം. അതായത് വലിയ കമ്പാരിസൺ ഒന്നും പോകണ്ട. ഇതിൽ നിന്ന് ഏത് കമ്പനിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഒരുവിധം 99.5% ആയിട്ടുള്ള ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എല്ലാ കമ്പനികളും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ റിസർച്ച് പോകണ്ട. നല്ലൊരു ബ്രാൻഡിൽ നിന്ന് എടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ കാര്യം, ഈ ബ്രാൻഡിന്റെ കാര്യത്തിൽ അത്രേ പറയാനുള്ളൂ. ബാക്കി ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ, ഇൻകേർഡ് ക്ലെയിം റേഷ്യോ, അങ്ങനെ ഒരുപാട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് വരും. അതൊന്നും നിങ്ങൾ ചെവിക്കൊള്ളണ്ട. നിങ്ങൾ ഈ 4ഓ 5ഓ നിങ്ങൾക്ക് അറിയാവുന്ന ബെസ്റ്റ് കമ്പനികൾ തോന്നുന്ന കമ്പനികളിൽ നിന്ന് പ്ലാൻ എടുക്കുക. കാരണം നിങ്ങൾ 35ഓ 40ഓ 50ഓ കൊല്ലമുള്ള നിങ്ങളുടെ ഒരു എഗ്രിമെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ഫസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എത്ര വയസ്സ് വരെ വേണം? പിന്നെ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് രോഹിത്തിന്റെ കേസാണ്. 30 വയസ്സുള്ള രോഹിത്തിന്റെ കേസാണ്. അപ്പോൾ രോഹിത് ജസ്റ്റ് മാരീഡ് ആണ്, ഒരു കുട്ടിയുണ്ട്. രോഹിത്തിന് 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പം എത്ര വയസ്സ് വരെ പ്ലാൻ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചിലവർ പറയും 100 വയസ്സ് വരെയുള്ള പ്ലാൻ അവൈലബിൾ ആണ്, 100 വയസ്സ് വരെ എടുത്തോളൂ. അതായത് എന്തായാലും നമ്മളിപ്പോൾ 1 കോടിയുടെ പ്ലാൻ എടുത്തു, നമ്മൾ 90 വയസ്സിൽ, 99 വയസ്സിലോ 95 വയസ്സിലോ എന്തായാലും ഡെത്ത് സംഭവിച്ചാൽ ആ 1 കോടി ഫാമിലിക്ക് കിട്ടുമല്ലോ എന്നുള്ള കൺസെപ്റ്റാണ് പലരും പറയുക. അതൊന്നും വേണ്ട. നിങ്ങളുടെ
ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് കുട്ടികൾ, ഇപ്പൊ കുട്ടി 3 വയസ്സ്, കുട്ടിക്ക് ഒരു 25 വയസ്സ് അല്ല 30 വയസ്സ് കൂട്ടിക്കൊള്ളും. അതായത് രോഹിതിന്റെ ആദ്യത്തെ കുട്ടിക്ക് 3 വയസ്സ്, 30 വയസ്സാണെങ്കിൽ 27 കൊല്ലം. ഇനി രോഹിതിന് ഒരു കുട്ടി കൂടി ഉണ്ടാവുന്ന നോക്കിയാൽ 35 വയസ്സിൽ, ആ കുട്ടിക്ക് 30 വയസ്സാവണമെങ്കിൽ രോഹിതിന് ഒരു 65 വയസ്സാകുന്നത് വരെ, അതായത് കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീരുന്നത് വരെ ഈ പ്ലാൻ എടുത്താൽ മതി എന്നാണ് കൺസെപ്റ്റ്. ഇതിന്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ICICIയുടെ 2 പ്രീമിയംസ് എടുത്തിട്ടുണ്ട്. അതായത് 65 വയസ്സ് വരെയാണ് ICICIയുടെ പ്ലാൻ എടുക്കുന്നതെങ്കിൽ, ടേം പ്ലാൻ നമ്മൾ 1 കോടി രൂപയ്ക്ക് എടുക്കുന്നതെങ്കിൽ അറൗണ്ട് പ്രീമിയം ഇയർലി 17,028 രൂപയാണ് ഈ രോഹിതിന് 30 വയസ്സിൽ വരുന്നത്. പക്ഷെ അത് തന്നെ റിട്ടേൺ ഓഫ് പ്രീമിയം അല്ല, 99 വയസ്സ് വരെ നമുക്ക് പ്ലാൻ ഉണ്ട്, നമുക്ക് 1 കോടി കിട്ടും എന്നുള്ള രീതിയിലാണെങ്കിൽ 26,000 സംതിങ് രൂപ അടയ്ക്കണം, നമ്മൾ പ്രീമിയം അടയ്ക്കണം. ഇതിൽ 10,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ഓരോ കൊല്ലവും ഈ 30 കൊല്ലം 35 കൊല്ലം 10,000 രൂപയുടെ ഡിഫറൻസ് നിങ്ങൾ ഒരു SIP, മ്യൂച്വൽ ഫണ്ട് SIPയിൽ ഇട്ടാൽ തന്നെ ആ എമൗണ്ട് 65-ാമത്തെ വയസ്സിൽ തന്നെ നിങ്ങൾക്ക് 1 കോടിയായിട്ട് കിട്ടും. നിങ്ങൾ വെറുതെ മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ കാൽക്കുലേറ്റർ നോക്കുള്ളൂ. 10,000 രൂപ വെച്ചിട്ട് അടുത്ത 35 കൊല്ലം നിങ്ങൾ ഇക്വിറ്റി മാർക്കറ്റിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കോടി രൂപയിലേക്ക് എമൗണ്ട് പോകും. പിന്നെ 99 വയസ്സ് വരെ കഴിഞ്ഞിട്ട് നമ്മുടെ നോമിനിക്ക് 1 കോടി കൊടുക്കുന്നതിനാണ്, നമുക്ക് തന്നെ കിട്ടുമല്ലോ 65-ാമത്തെ വയസ്സിൽ പെൻഷന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി കഴിയുന്ന ഏജ് വരെ മാത്രം എടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രീമിയം അറിയണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ പ്രീമിയം പറഞ്ഞു തരാൻ പറ്റും. അതുപോലെ തന്നെ ഈ വീഡിയോ അത്യാവശ്യം കുറെ നന്നായി മനസ്സിലാക്കി റിസർച്ച് നടത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ല ഗുഡ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ 2 കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഏത് കമ്പനിയിൽ നിന്ന് എടുക്കണം, നല്ലൊരു ബ്രാൻഡ് നോക്കി എടുക്കുക, എത്ര വയസ്സ് വരെ എടുക്കണം, വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, 100 വയസ്സ് 90 വയസ്സൊന്നും വേണ്ട, നിങ്ങൾക്ക് എത്ര വയസ്സ് വരെ, നിങ്ങളുടെ കുട്ടികൾ 25 വയസ്സ് 30 വയസ്സ് അവർക്ക് ജോലി കിട്ടി സമ്പാദിക്കാൻ ആ സമയം വരെ മാത്രം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് പ്ലാൻ മതി. അത് 60 ആവാം, 65 വയസ്സാവാം, 70 ആവാം, അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഈ 2 കാര്യങ്ങളായി. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, എപ്പോഴും ആൾക്കാർ ഇപ്പൊ പുതിയൊരു കൺഫ്യൂഷൻ വന്നുള്ളത് റിട്ടേൺ ഓഫ് പ്രീമിയം വേണോ എന്നുള്ളതാണ്. റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന് വെച്ചാൽ നമ്മൾ അടച്ച പ്രീമിയം തിരിച്ചു കിട്ടണോ എന്നുള്ളത്. ഇപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പൊ നേരത്തെ ഈ രോഹിതിന്റെ എക്സാമ്പിൾ തന്നെ നോക്കാം. 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഞാൻ പറഞ്ഞു. അതിൽ 17,000 രൂപയുടെ അടുത്താണ് 1 കോടിക്ക് പ്രീമിയം വരുന്നത്. അത് തന്നെ റിട്ടേൺ ഓഫ് പ്രീമിയം വേണമെങ്കിൽ, അതായത് അടച്ച പ്രീമിയം റിട്ടേൺ വേണമെങ്കിൽ, അതായത് എത്രയാണോ അടയ്ക്കുന്നത് ആ പ്രീമിയം തന്നെ തിരിച്ചു തരുന്ന സംഭവം കേൾക്കുമ്പോൾ നമുക്ക് നല്ലത് തോന്നും. ഒരെണ്ണം നമ്മൾ ഒരു 4 ലക്ഷം 5 ലക്ഷം അടച്ചു, അത് പോയി. മറ്റേ റിട്ടേൺ ഓഫ് പ്രീമിയത്തിൽ നമ്മൾ 65 വയസ്സ് വരെ 41,000 രൂപ പ്രീമിയം അടച്ചിട്ട്, അതായത് അറൗണ്ട് നമ്മളൊരു 12 ലക്ഷം പ്രീമിയം അടയ്ക്കും, GST കഴിച്ചിട്ട് ഒരു 10 ലക്ഷം തിരിച്ചു തരും റിട്ടേൺ ഓഫ് പ്രീമിയം. അപ്പൊ ഭയങ്കര അട്രാക്ഷൻ ആണല്ലോ, ഒന്നും സംഭവിച്ചാൽ ക്യാഷ് തിരിച്ചു തരുമല്ലോ എന്നാണ് സാധാരണ ആളുകളുടെ ചിന്ത. പക്ഷെ അങ്ങനെയല്ല. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഡിഫറൻസ് 24,000 രൂപ ഡിഫറൻസ് ഓരോ കൊല്ലവും വരുന്നുണ്ട്. ഈ 24,000 രൂപ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ സമയത്തേക്ക്, അതായത് 65 വയസ്സാകുമ്പോഴേക്കും അവിടെ, അതായത് റിട്ടേൺ ഓഫ് പ്രീമിയത്തിലെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി തരുന്നത് 10 ലക്ഷം രൂപയാണ്. ഇവിടെ നിങ്ങൾക്ക് 2 കോടി രൂപയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓഫ് പ്രീമിയം എന്നുള്ള വാക്യം അപ്പോൾ തന്നെ വേണ്ട എന്നുള്ള കാര്യം, അതായത് നിങ്ങൾ അത് ഇത് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം. ബെസ്റ്റ് ടേം ഇൻഷുറൻസ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ അഡ്വൈസ് ചെയ്ത് നല്ലൊരു ടേം ഇൻഷുറൻസ് സെലക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അഡ്വൈസ് ചെയ്ത് നിങ്ങളുടെ പ്രീമിയം തന്നെ എടുക്കാനും നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ നോക്കി. ഒന്ന്, ഏത് ബ്രാൻഡാണ് ബെസ്റ്റ് ബ്രാൻഡിൽ നിന്ന് എടുക്കുക. അതുപോലെ തന്നെ 90-99 വയസ്സ് വരെ ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കാലം മതി. റിട്ടേൺ ഓഫ് പ്രീമിയം വേണ്ട. അടുത്ത ഒരു കാര്യം, എത്ര കവറേജ് വേണം, അത് ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. 1 കോടിയുടെ പ്ലാൻ അങ്ങനെയല്ല. നമ്മുടെ ആനുവൽ ഇൻകം ഇൻറ്റു 20 ടൈംസ് എന്നാണ് ശരിക്കും കണക്ക്. അതായത് 10 ലക്ഷം രൂപ ആനുവൽ ഇൻകം ഉള്ള ഒരാൾക്ക് 2 കോടി രൂപയുടെ കവറേജ് വേണം എന്നുള്ളതാണ് കണക്ക്. കാരണം അതിന്റെ മാത്സ് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് 2 കോടിയുടെ കവറേജ് നമുക്ക് ഡെത്ത് സംഭവിച്ചാൽ അതിന് 2 കോടി രൂപ നോമിനിക്ക് കിട്ടും. നോമിനി അത് ബാങ്കിൽ ഇട്ടാൽ 5% ബാങ്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 2 കോടിയുടെ 5% എന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ. അതാണ് ബേസിക് ആയിട്ടുള്ള കണക്ക്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 15 ടൈംസ് ആയാലും 10 to 20 ടൈംസ്, അതായത് 1 കോടി ആയാലും കുഴപ്പമില്ല. കാരണം ഒരാൾ മരിച്ചുല്ലോ, അപ്പൊ എക്സ്പെൻസ് ആ രീതിയിൽ കുറയുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 1 കോടി 1.5 കോടി ആയാലും ഓക്കെയാണ്. പക്ഷെ 15 to 20 ടൈംസ് ആണ് എത്ര കവറേജ് വേണം എന്നുള്ളതിന് ഒരു കണക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എവറിബഡി ഈസ് ഡിഫറെന്റ്. നിങ്ങളുടെ ആനുവൽ ഇൻകം ഇൻറ്റു 15 അല്ലെങ്കിൽ 20 ചെയ്യാണ് വേണ്ടത്. അല്ലാതെ 1 കോടിയുടെ ടേം പ്ലാൻ എന്ന് കേട്ട് അങ്ങനെ പറയല്ല വേണ്ടത്. നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണ്? ചിലപ്പോൾ
50 ലക്ഷം ആനുവൽ ഇൻകം ഉള്ള ആൾക്ക് 5 കോടിയുടെ കവറേജ് വേണ്ടി വരും. എന്റെ പരിചയത്തിൽ തന്നെ കൊച്ചിയിൽ 100 കോടി രൂപയ്ക്ക് കവർ ചെയ്ത 10 പേര് എനിക്കറിയാം. അപ്പോൾ അത്രയും വേറെ ഞാൻ എപ്പോഴും എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട്. ഷാറൂഖ് ഖാന്റെ കവറേജ് അറൌണ്ട് 300 കോടി രൂപയ്ക്കാണ് ഷാറൂഖ് ഖാൻ കവർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആനുവൽ ഇൻകം ചിലപ്പോൾ 30 കോടി ആയിരിക്കും. അപ്പൊ 300 കോടിക്കാണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എവ്രിബഡി ഈസ് ഡിഫറെന്റ്, എവ്രിബഡീസ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കവറേജ് ആണ് വേണ്ടത്. നിങ്ങളുടെ കവറേജ് നിങ്ങൾ തീരുമാനിക്കുക, എന്നിട്ട് പ്ലാൻ എടുക്കുക. പിന്നെ പ്രീമിയം കുറവ് ആ രീതിയിലേക്കൊന്നും നിങ്ങൾ നോക്കരുത്. നിങ്ങൾ നല്ല ബ്രാൻഡിനെ സെലക്ട് ചെയ്യണം. പ്രീമിയം കുറവ് നോക്കി പോകരുത്. കാരണം നമ്മളില്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് കിട്ടേണ്ട പണമാണ്. അപ്പൊ ഏറ്റവും നല്ല ബ്രാൻഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ചതിക്കുകയില്ല, നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം സപ്പോർട്ട് കിട്ടും. അപ്പൊ ഇന്ത്യയിലെ ടോപ്പ് 4 or 5 ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ നിന്ന് ഏതിലെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ടേം ഇൻഷുറൻസ്. അതുപോലെ തന്നെ ഇൻക്രീസിംഗ് കവർ എന്നുള്ള ഓപ്ഷൻ എല്ലാ കമ്പനികളും പറയുന്നത്. അതൊന്നും നിങ്ങൾ പോകേണ്ട. സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് വെച്ചാൽ മതി. ആദ്യത്തെ ഒരു ടേം ഇൻഷുറൻസ് കവറേജ് അത് തന്നെ എടുത്താൽ മതി. ഇനി നിങ്ങളുടെ സാലറി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് വേറൊരു ടേം ഇൻഷുറൻസ് ഇത് കാണിച്ചെടുക്കുക, അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഇവിടെ ഇത്തവണ ഇപ്പൊ 1 കോടി ഉണ്ട്, നാളെ 1 കോടി 25 ലക്ഷമായി, 1 കോടി 50 ലക്ഷമായി, അങ്ങനത്തെ കോംപ്ലിക്കേറ്റിംഗ് സംഭവങ്ങളൊന്നും വേണ്ട എന്നർത്ഥം. അതുപോലെ തന്നെ എല്ലാവർക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സംഭവമാണ് പേ ഔട്ട് ഓപ്ഷൻ എന്നുള്ളത്. പേ ഔട്ട് ഓപ്ഷൻ എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 3 ഓപ്ഷനാണ് എല്ലാ കമ്പനികളും കൊടുക്കുക. ഒന്നുകിൽ നമുക്കിപ്പോൾ 1 കോടിയുടെ പ്ലാൻ ആണെങ്കിൽ 1 കോടി നമുക്ക് എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചാൽ 1 കോടി നോമിനി കൊടുക്കുക. അല്ലെങ്കിൽ ചില കമ്പനികൾ പറയും നിങ്ങൾക്ക് പകുതി 50 ലക്ഷം നിങ്ങൾക്ക് ഡെത്ത് സംഭവിച്ചാൽ തരും, ബാക്കി 50 ലക്ഷം മന്ത്ലി ആക്കി 110 കൊല്ലം കൊണ്ട് 120 മാസമായിട്ട് കൊടുക്കും. ചില കമ്പനികൾ പറയും നിങ്ങളുടെ ടോട്ടൽ 1 കോടി 120 മാസമാക്കി കൊടുക്കും. എന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ പറയും നിങ്ങളുടെ വൈഫിന് ഇങ്ങനെ ഇപ്പൊ നിങ്ങളുടെ ഡെത്ത് സംഭവിച്ചാൽ 1 കോടി കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ, നിങ്ങളുടെ കുറെ ബന്ധുക്കൾ വന്നിട്ട് ആ ക്യാഷ് വെറുതെ കളയും എന്നൊക്കെ പറഞ്ഞ് കുറെ ഗിമ്മിക്കുകൾ പറയും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. 1 കോടി രൂപ ഒരുമിച്ച് കിട്ടുന്ന ലംസം ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്താൽ മതി. കാരണം മന്ത്ലി ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാലും 1 കോടിയെ ഡിവൈഡ് ബൈ 120 83,000 രൂപയെ തരുന്നുള്ളൂ. 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാലും 1 കോടി രൂപയെ കിട്ടുന്നുള്ളൂ. കമ്പനികൾക്ക് ഒരുപാട് ലാഭമുള്ള സംഭവമാണ് അത്. അതിങ്ങനെ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കാശിന് കൊടുക്കണ്ട. നിങ്ങൾക്ക് ലംസമായിട്ട് നിങ്ങൾക്ക് ഡെത്ത് സംഭവിച്ചാൽ ലംസമായിട്ട് നോമിനിക്ക് 1 കോടി 2 കോടി നിങ്ങളുടെ സമ്മർഷോട് കിട്ടുന്ന പ്ലാൻ എടുത്താൽ മതി. അതും നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഇനി പ്രീമിയം പേയ്മെന്റ് റെഗുലർ പേയ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ റെഗുലർ പേയ്മെന്റ് ആയിട്ട് നല്ലത്. പക്ഷെ NRIസിനൊക്കെ പറയുമ്പോൾ ലിമിറ്റഡ് പേയ്മെന്റ്. കാരണം 35 കൊല്ലം ഇപ്പൊ രോഹിത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞു, 35 കൊല്ലം റെഗുലർ പേയ്മെന്റ് രോഹിത് NRI ആണെങ്കിൽ ചിലപ്പോൾ 5 കൊല്ലോ 10 കൊല്ലോ കൊണ്ട് അടച്ചു തീർക്കുന്നതായിരിക്കും ആൾക്ക് ഒരു സേഫർ സൈഡ്. അപ്പൊ അങ്ങനെ ചെയ്യാം. പേയ്മെന്റ് സൈഡ് ഒറ്റ തവണ കൊണ്ട് അടച്ചു തീർക്കാവുന്നുണ്ട്. അത് ഏത് ഓപ്ഷൻ എടുത്താലും കുഴപ്പമില്ല. ലിമിറ്റഡ് പേയ്മെന്റ് എടുക്കാം, സിംഗിൾ ടൈം പേയ്മെന്റ് എടുക്കാം, റെഗുലർ എടുക്കാം. കാരണം ചിലപ്പോൾ സിംഗിൾ ടൈം അടയ്ക്കുമ്പോൾ ഒരുപാട് ഡിസ്കൗണ്ട് കമ്പനികൾ കൊടുക്കുന്നുണ്ട്. അതിൽ കുഴപ്പമില്ല. ഏത് ഓപ്ഷൻ എടുത്താലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ പേഴ്സണൽ ആക്സിഡന്റ് റൈഡർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ ആഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അതൊക്കെ നിങ്ങൾ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള പോളിസി എടുത്താൽ മതി. അതിൽ ഒരുപാട് ഫീച്ചറുള്ള പ്ലാനുകൾ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടേം ഇൻഷുറൻസ് പ്ലാനിൽ ഡെത്ത് കവറേജ് മാത്രം മതി. വേറെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും വേണ്ട. അതൊക്കെ സ്റ്റാൻഡ് അലോൺ പോളിസി എടുക്കുകയാണ് നല്ലത്. അപ്പോൾ ടേം ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ച് ഓൾമോസ്റ്റ് ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഞാൻ ഒന്നും കൂടി റൗണ്ട് അപ്പ് ചെയ്യാം. ബ്രാൻഡ് എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത് ടോപ്പ് 4 or 5 ബ്രാൻഡുകൾ നിങ്ങൾക്കറിയാം. ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ICICI, HDFC, ആക്സിസ് അല്ലെങ്കിൽ അതുപോലത്തെ ബ്രാൻഡുകൾ നിങ്ങൾക്കറിയാം. ടാറ്റ പോലത്തെ ബ്രാൻഡുകൾ അറിയാം. ആ ബ്രാൻഡുകളിൽ നിന്ന് മാത്രം എടുക്കുക. അതുപോലെ തന്നെ കവറേജ് ആനുവൽ ഇൻകം ഇൻറ്റു 15 or 20 അറ്റ്ലീസ്റ്റ് 10 എങ്കിലും എടുക്കുക. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, എത്ര വയസ്സ് വരെ ആണ് കവറേജ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ സ്വയം പര്യാപ്തതയായി ഇൻകം ഏൺ ചെയ്യുന്ന ഒരു സ്റ്റേജ് 30 വയസ്സ് വരെ കൂട്ടിക്കോളൂ. നിങ്ങളുടെ ഏറ്റവും ഇളയ കുട്ടി 30 വയസ്സാകുന്നപ്പോൾ നിങ്ങൾക്ക് എത്രയായിരിക്കും വയസ്സ് എന്ന് നോക്കിയിട്ട് അതുവരെ, അതായത് അത് 60 വയസ്സാവാം, 65 വയസ്സാവാം, 70 വയസ്സാവാം, അത്ര വരെ എടുത്താൽ മതി. 80, 85, 90, 99, 100 ആ ഗമ്മിക്കേ വേണ്ട. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കുട്ടികൾ ഏൺ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ ടേം ഇൻഷുറൻസ് കഴിയുന്ന സംഭവം മതി. അതിന് എന്താ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് പ്രീമിയം വേണ്ട. അതിന് പകരം ആ എമൗണ്ട് എടുത്ത് മ്യൂച്വൽ ഫണ്ട് SIP ഇടുക. നിങ്ങൾക്ക് അതിന്റെ 2 ഇരട്ടിയോ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ കിട്ടും എമൗണ്ട്. ഒരിക്കലും റിട്ടേൺ ഓഫ് പ്രീമിയത്തിന് പോകരുത്. അതുപോലെ തന്നെ പേയ്മെന്റ് നോമിനിക്ക് ഡെത്തിന്റെ എമൗണ്ട് കിട്ടുന്നത് ലംസം ആക്കി ഒരുമിച്ച് കിട്ടുന്ന എമൗണ്ട് മാത്രമാക്കി എടുക്കുക. പ്രീമിയം പേയ്മെന്റ് നിങ്ങൾക്ക് റെഗുലർ ആയിട്ടോ ലിമിറ്റഡ് പേ ആയിട്ടോ എടുക്കാം. അപ്പം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ, വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ് ടേം പ്ലാൻ. ഒരിക്കലും ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ഏത് പ്ലാൻ എടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. എല്ലാ രീതിയിലും പ്ലാൻ എടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ടേം ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയി സംസാരിച്ചു നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബെസ്റ്റ് ടേം ഇൻഷുറൻസ് പ്ലാൻ കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ എനിക്ക് വാട്സപ്പ് അയക്കാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.